ശ്രീ കെ ആൻസലൻ. സർ, നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ ഒരു ചെറിയ പ്രദേശമാണ് പൊഴിയൂർ കൊല്ലങ്കോട് കടലോര പ്രദേശം. 2018 വരെ അവിടെ നല്ല നിലയിൽ തീരം ഉണ്ടായിരുന്നു. 2018 അന്നത്തെ കന്യാകുമാരി MP ആയിരുന്ന ശ്രീ പൊൻ രാധാകൃഷ്ണൻ അവിടെ തമിഴ്നാട് അതിർത്തി ചേരുന്ന നീരോടി മുതൽ തേങ്ങാപട്ടണം വരെയുള്ള പ്രദേശത്ത് പുലിമൂട്ട് നിർമ്മാണം നിർമ്മിച്ച് അവരുടെ തീര സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ ഗതിവിഗതികൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ കൊല്ലങ്കോട്, പരുത്തിയൂർ, പൊഴിയൂർ പ്രദേശങ്ങളെയാണ്. അവിടെ ഏകദേശം 270 വീടുകൾ അത് സാരമായി ബാധിച്ചു. പുനർഹേമം പദ്ധതി പ്രകാരം നമ്മൾ 128 വീടുകൾ നിർമ്മിച്ച് പുനഃസ്ഥാപിച്ചുകൊണ്ട് കുറച്ചൊരു ആശ്വാസമുണ്ടായി. ആ കടൽ ഈ ഏറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് ഏകദേശം അവിടെയുള്ള അന്തർദേശീയ PW റോഡ് നിന്നും തീരം ഏകദേശം 750 മീറ്റർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ അന്തർദേശീയ PW റോഡ് പൂർണ്ണമായും തകർന്നുപോയി. പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടത്തിലുണ്ടാകുന്ന കടലാക്രമണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ അവിടെ 2 പുരാതനമായ ചർച്ചുകളുണ്ട്. ഒന്ന് കൊല്ലങ്കോട് ചർച്ച്, ഒന്ന് പരുത്തിയൂർ ചർച്ച്. ആ ചർച്ചുകൾ അപകട ഭീഷണിയിലാണ്. അതുകൂടാതെ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ മശാനം ഒരു പ്രദേശത്ത് അപകടത്തിലേക്ക് വരികയാണ്. വലിയ തോതിലുള്ള പ്രയാസമാണ് ഈ കടലാക്രമണം മൂലം. അവിടെ ഏകദേശം 3000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. അവിടെ മത്സ്യബന്ധനത്തിന് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് സാധ്യമല്ല. കാരണം തീരമില്ലാത്തതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ മത്സ്യബന്ധനം നടത്തുവാൻ ചാളത്തടിയിലോ വള്ളങ്ങളിലോ പോകാൻ കഴിയാത്ത അവസ്ഥ, മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. ആ ഗൗരവമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും വകുപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ചെല്ലാനത്ത് കടൽ ഭിത്തി നിർമ്മാണത്തിനോടൊപ്പം തന്നെ സെക്കൻഡ് പ്രയോറിറ്റി നിശ്ചയിച്ചിരുന്നതാണ് കൊല്ലങ്കോട്, പൊഴിയൂർ പ്രദേശത്ത് തീരസംരക്ഷണവുമായി വന്നൊരു ടെട്രോകോഡ് നിർമ്മാണ ഏരിയയാണ് അവലംബിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളും നിർവഹിക്കപ്പെടുകയും ഭരണാനുമതി നൽകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഈ കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി വന്നിട്ടില്ല. അടിയന്തരമായി ഈ വരുന്ന മൺസൂൺ കാലത്തിന് മുമ്പ് തന്നെ അവിടെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകൈ പ്രവർത്തനം, സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട വകുപ്പിൻ്റെയും മന്ത്രിയുടെയും പ്രത്യേകമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. ബഹുമാനായ MLA ആൻസലൻ സൂചിപ്പിച്ച വിഷയം സജീവമായി ശ്രദ്ധയിലുള്ള വിഷയം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലങ്കോട് പൂവാർ അഴിമുഖത്തിനും ഇടയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽ നിർമ്മാണം 51 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ചു. 8/12/22 കത്ത് പ്രകാരം പൊഴിയൂർ കൊല്ലങ്കോടിന് വേണ്ടിയുള്ള കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ ചെയ്യുന്ന പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. 21-22 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തീരദേശത്തെ ജനജീവിതത്തെ തളർത്തുന്ന കടൽക്ഷോഭത്തെ ശാസ്ത്രീയമായി നിയന്ത്രിച്ച് ആയതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ദീർഘകാല പരിഹാരത്തിന് രൂപം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തു. അത് SPV ആയി കിഡ്കിനെ തന്നെ ചുമതലപ്പെടുത്തി. അതിനുശേഷം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ പുതിയതായി പദ്ധതിക്ക് നിലവിൽ DPR തയ്യാറാക്കുമ്പോൾ 18% GST ഉൾപ്പെടെ 61 കോടി രൂപയുടെ ചെലവ് വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കിഫ്ബിയുടെ പോർട്ടലിൽ സമർപ്പിച്ചപ്പോൾ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണെന്ന് കിഫ്ബി അറിയിച്ചു. അതുപ്രകാരം തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 35.59% ചെലവ് സൂചിക 2018 അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഷെഡ്യൂൾ പ്രകാരം 61 കോടി രൂപയുടെ പ്രവർത്തനം തത്വത്തിൽ അംഗീകാരം നൽകി. ഇത് SPVയെ ചുമതലപ്പെടുത്തി കിഡ്ക്ക് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മന്ത്രിസഭാ യോഗം മുമ്പാകെ കൊണ്ടുവന്ന് അംഗീകാരം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം വളരെ മനസ്സിലാക്കുന്നു. രൂക്ഷമായ കടലാക്രമണ പ്രദേശം എന്ന നിലയിൽ ഗവൺമെൻറ് തത്വത്തിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.